ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഓറഞ്ച് ആൻഡ് വാനില ലെയർ പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ ഓറഞ്ചിൻ്റെ ഫ്ലേവറുള്ള ടാങ്ക് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് 30 രൂപയുടെ പാക്കറ്റാണ്. ഇതിൽ നിന്ന് 4 ടേബിൾ സ്പൂൺ മതി ഇത് ഉണ്ടാക്കാൻ. പിന്നെ പാല് 1/2 ലിറ്റർ, കോൺഫ്ലവർ പൊടി, കണ്ടൻസ്ഡ് മിൽക്ക്, വാനില എസൻസ്, ഷുഗർ, ബദാം പരിപ്പ്, ഇതൊക്കെയാണ് വേണ്ടത്. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ ടാങ്ക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നേരത്തെ എടുത്തു വെച്ച വെള്ളത്തിൽ നിന്ന് 1/4 കപ്പ് വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചൊന്ന് ലൂസാക്കി എടുക്കണം. ഇനി അളന്ന് വെച്ചാൽ ബാക്കിയുള്ള വെള്ളം അടികട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഗ്യാസ് കത്തിച്ച് അടുപ്പിൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അടുപ്പിൽ വെക്കാൻ പറ്റിയ അടികട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഇല്ലെങ്കിൽ ചേർക്കണം നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ചേർത്താൽ നല്ലതാണ്, കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിൽ മധുരം പിടിക്കാനായിട്ട് 1 നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കോൺഫ്ലവറും പാലും കൂടിയുള്ള മിക്സ് അടുപ്പിൽ വെച്ചൊന്ന് കുറുക്കിയെടുക്കാം. ഇത് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. സ്റ്റീലിൻ്റെ പാത്രം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. കോട്ടിങ്ങുള്ള പാത്രമാണെങ്കിൽ അങ്ങനെ പിടിക്കില്ല. ഇപ്പോൾ ബബിൾസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ആയാൽ പോരാ, നന്നായിട്ട് തിക്കായി വരുന്നവരെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇനി ഇത് ചൂടാറാതിരിക്കാൻ ഒന്ന് മൂടി വയ്ക്കാം. ഇനി നേരത്തെ തിളപ്പിക്കാൻ വെച്ചിരുന്ന വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ടാങ്ക് പൊടിയും കോൺഫ്ലവർ പൊടിയും കൂടി മിക്സാക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം. ഇത് പെട്ടെന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളം നേരത്തെ തിളപ്പിക്കാൻ വെച്ചത്. പാലിൻ്റെ മിക്സ് ചൂടാറുമ്പോഴേക്കും ഓറഞ്ചിൻ്റെ മിക്സും തയ്യാറാക്കി എടുക്കണം. ഇത് ലെയറായിട്ട് ഒഴിക്കുമ്പോൾ രണ്ടിനും ഒരേ ചൂടായിരിക്കണം. ഇപ്പോൾ ഇത് തിക്കായിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഗ്യാസ് ഓഫാക്കാം. ഇനി നമ്മൾ പുഡിങ് ലെയറായിട്ട് ഒഴിക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ബദാം പരിപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പുഡിങ് ഉണ്ടാക്കാനുള്ള ബൗൾ എടുക്കാം. ഈ ഒരു ബൗളിലാണ് ഞാൻ പുഡിങ് ഉണ്ടാക്കുന്നത്. പിന്നെ 2 സ്പൂൺ എടുത്ത് വെക്കണം. ഓറഞ്ചിൻ്റെ മിക്സും പാലിൻ്റെ മിക്സും വേറെ വേറെ ഒഴിച്ചു കൊടുക്കാനായിട്ട് 2 സ്പൂൺ വേണം. ഇനി ഈ ബൗളിലേക്ക് ആദ്യം നമുക്ക് ഓറഞ്ചിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിന് മീതിയായിട്ട് പാലിൻ്റെ മിക്സ് സെൻറ്ററിൽ ഒഴിച്ചു കൊടുക്കാം. പാലിൻ്റെ മിക്സ് ഒഴിക്കുമ്പോൾ മറ്റേ കരണ്ടി എടുത്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. സൈഡിലേക്കൊന്നും പോവരുത്. ഇനി വീണ്ടും ഓറഞ്ചിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അതിന് മീതെ പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. പാലിൻ്റെ മിക്സ് ഒഴിച്ചു കഴിഞ്ഞാൽ അതിന് മീതെ ഓരോ ലെയറിലും ബദാം പരിപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചത് വിതറി കൊടുക്കണം. വീഡിയോ പിടിക്കുന്ന തിരക്കിൽ മറന്നു പോയതാണ് കേട്ടോ, ലാസ്റ്റാണ് ഓർമ്മ വന്നത്. ഇനി ഇതുപോലെ തന്നെ ഓരോ ലെയറായിട്ട് എല്ലാതും ഒഴിച്ചു കൊടുക്കാം. ലാസ്റ്റ് പാലിൻ്റെ മിക്സ് ഒഴിച്ചു കഴിഞ്ഞപ്പോഴാണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നത് ബദാം പരിപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ലാസ്റ്റാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഒരുമിച്ച് ഇട്ട് കൊടുത്തു. ഇത് ശരിക്കും ഓരോ പാലിൻ്റെ മിക്സ് ഒഴിക്കുമ്പോഴും അതിൽ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കണമായിരുന്നു. ഇത് ഇട്ട് കൊടുത്താലൊരു പ്രത്യേക ടേസ്റ്റാണ് അത് കടിക്കുമ്പോൾ. എന്നിട്ട് ഇതിന് മീതെയായിട്ട് നമുക്ക് ഓറഞ്ചിൻ്റെ മിക്സ് ഇട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഓറഞ്ച് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. സൈഡിലേക്ക് വൈറ്റ് ഒഴിക്കാത്തത് സൈഡിൽ ഓറഞ്ച് ഫുള്ളായിട്ട് കവർ ചെയ്ത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇത് തണുത്തതിന് ശേഷം
ഒന്ന് മൂടി വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, ഫ്രീസറിൽ വെക്കരുത്. ഇതൊരു 4 മണിക്കൂറൊക്കെ ആകുമ്പോൾ സെറ്റാവും. ഇത് ഞാൻ തലേ ദിവസം രാത്രി ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ എടുക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ വിട്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റ് വെച്ചിട്ട് കമഴ്ത്തിയെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. ഇതിപ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, ബ്ലും ബ്ലും പോലെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഇത് നല്ല സോഫ്റ്റാണ്. ഇത് നല്ല ലെയറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം. ഓറഞ്ചിൻ്റെ ലെയറിൽ നേരിയൊരു പുളിയും, പിന്നെ വൈറ്റ് ലെയറിൽ വാനിലയുടെ ടേസ്റ്റും, പിന്നെ ഇടയിൽ ബദാം പരിപ്പൊക്കെ കടിക്കുമ്പോൾ ഒക്കെ കൂടി ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ഇതുണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.